ഹലോ എവരി വൺ, സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അനാറ്റമിയിലെ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ബ്ലഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡ് നമുക്കറിയാമല്ലേ, ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. എന്താണ്? ബ്ലഡ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലേ. അതിലെന്തൊക്കെയുണ്ട്? ബ്ലഡ് സെല്ലുകളുണ്ട്. ഏതൊക്കെ ബ്ലഡ് സെല്ലുകളാണ്? വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ പ്ലാസ്മയുണ്ട്. അപ്പോൾ ഇതെല്ലാം അടങ്ങിയ ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മുടെ ടോട്ടൽ ബ്ലഡ് വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മുടെ വെയിറ്റ്, ബോഡി വെയ്റ്റിൻ്റെ 1/12 ആണെന്ന് പറയാം. അതായത് ഒരു 5 ലിറ്റർ ആണെന്ന് പറയാം. അതിൽ തന്നെ ഒരു 55%, എബൌട്ട് 55%, ലിറ്റിൽ ഓവർ ഹാഫ് ദ വോളിയം ഈസ് ഫ്ലൂയിഡ്. അതിൽ തന്നെ ഒരു 55%, അതായത് പകുതിയിൽ ഇത്തിരി കൂടുതൽ, 50-ൽ കൂടുതൽ അല്ലേ, 55% ഫ്ലൂയിഡാണ്. പിന്നെ ബാക്കിയുള്ള ഒരു 45%, അപ്പോൾ 55% ഫ്ലൂയിഡാണ്. 45% എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ബ്ലഡ് സെല്ലുകൾ വഴിയാണ് 45%. 55% ഫ്ലൂയിഡാണ്. മൊത്തം ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ 1/12, ബോഡി വെയ്റ്റിൻ്റെ 1/12 ഒരു ഭാഗം വരുന്നുണ്ടല്ലേ. അത് 5 ലിറ്ററാണ്. അതിൽ 55% ഫ്ലൂയിഡും ബാക്കി 45% സെല്ലുകളാണ്. റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെന്താണ് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അടങ്ങിയ സെല്ലുകളാണ് 45% ഉള്ളത്. അതിൽ ബ്ലഡിൻ്റെ നമ്മൾ കോമ്പോസിഷനാണ് നോക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം ബ്ലഡിൽ സെല്ലുകൾ കൂടാതെ പ്ലാസ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പ്ലാസ്മ നോക്കാം. ബ്ലഡിൻ്റെ സീറം അല്ലെങ്കിൽ പ്ലാസ്മ. ഈ പ്ലാസ്മയിൽ വാട്ടർ ഒരു 91% വാട്ടറാണ്. വാട്ടർ എത്രയാണുള്ളത്? 91%. പിന്നെ പ്രോട്ടീൻ ഉണ്ട്, 8% പ്രോട്ടീനാണ്. എത്രയാണ്? 8% പ്രോട്ടീനാണ്. ആൽബുമിൻ, ഗ്ലോബുലിൻ, പ്രോത്രോംബിൻ ആൻഡ് ഫൈബ്രിനോജൻ. അപ്പോൾ വാട്ടർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സോൾട്ട് ഉണ്ട്. സോൾട്ട് എത്രയാണ്? 0.9% സോൾട്ടാണ്. സോഡിയം ക്ലോറൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, അയൺ, അതിൻ്റെയൊക്കെ സോൾട്ടുകളാണ്. ബാക്കി എന്താ ഉള്ളത്? ട്രേസസ് ഓഫ് എ നമ്പർ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. ഗ്ലൂക്കോസ്, ഫാറ്റ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, കൊളസ്ട്രോള്, അമിനോ ആസിഡ്സ്, ഇതെല്ലാമാണ് ട്രേസ് എമൗണ്ടിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ പ്ലാസ്മ അല്ലെങ്കിൽ ബ്ലഡിലെ സീറം എന്ന് പറയുന്നതിൽ 91% എന്താണ് അടങ്ങിയിരിക്കുന്നത്? ബ്ലഡ് പ്ലാസ്മയിൽ 91% വാട്ടറാണ്. ബാക്കി എത്രയാണെന്ന് നോക്കിയാൽ ബാക്കി പ്രോട്ടീനാണ് 8%. പിന്നെ ഒരു 1% അല്ലേ, 0.9 ആണ് സോൾട്ടുകൾ അടങ്ങിയിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ ഗ്ലൂക്കോസ്, ഫാറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, കൊളസ്ട്രോൾ, അമിനോ ആസിഡ് ഒക്കെ. അപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ പ്ലാസ്മയിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ പ്ലാസ്മയിൽ കൂടാതെ വേറെ എന്തെല്ലാം ഉണ്ട്? ഗ്യാസ് ക്യാരി ചെയ്യും അല്ലേ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ എൻസൈമുകൾ, ആൻറ്റിജൻ, ഇൻറ്റേർണൽ സെക്രീഷൻസ്. എങ്ങനെയിരിക്കും പ്ലാസ്മ കാണാനായിട്ട്? ഒരു സ്ട്രോ കളേർഡ് ഫ്ലൂയിഡാണ്, കണ്ടോ? ഒരു സ്ട്രോ കളേർഡാണ്. ആൽക്കലൈൻ ഇൻ റിയാക്ഷൻ, ആൽക്കലൈൻ ആയിട്ടുള്ളതും സ്ട്രോ കളേർഡ് ആയിട്ടുള്ളതുമാണ്. ഇനി പ്ലാസ്മയുടെ ഫങ്ഷൻ നമുക്കറിയണ്ടേ? നമ്മൾ ബ്ലഡിൽ പ്ലാസ്മയും സെൽസും ഉണ്ടെന്ന് പറഞ്ഞു. പ്ലാസ്മയുടെ ഫങ്ഷൻ എന്താണ്? പ്ലാസ്മയാണ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്? ന്യൂട്രിയൻസ്, സോൾട്ട്, ഫാറ്റ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ഇതെല്ലാം ടിഷ്യൂസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? പ്ലാസ്മയാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ കളയാനുള്ള യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയലുകളെ എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള മീഡിയമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? പ്ലാസ്മ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലാസ്മ ആക്ട് ആസ് എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂട്രിയൻസ്, സോൾട്ട്, ഫാറ്റ്, ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ്. പിന്നെ ഏതാണ്? ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മീഡിയമായിട്ടും നമ്മുടെ പ്ലാസ്മ ആക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാസ്മ പറഞ്ഞു അല്ലേ, സീറം അല്ലെങ്കിൽ പ്ലാസ്മ പറഞ്ഞു, അതിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ സെല്ലുകൾ ഏതൊക്കെയാണ്? ബ്ലഡ് സെല്ലുകൾ, റെഡ് ബ്ലഡ് സെല്ലുണ്ട്, വൈറ്റ് ബ്ലഡ് സെല്ലുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് ആണല്ലോ. റെഡ് ബ്ലഡ് സെൽസിനെ നമ്മൾ എറിത്രോസൈറ്റുകൾ എന്ന് പറയുന്നു, റെഡ് ബ്ലഡ് സെൽസ്. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസിനെ നമ്മൾ ല്യൂക്കോസൈറ്റുകൾ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പ്ലേറ്റ്ലെറ്റ്സിനെ നമ്മൾ എന്ത് പറയും? ത്രോംബോസൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള സെല്ലുകളാണ് എറിത്രോസൈറ്റ്, ല്യൂക്കോസൈറ്റ് ആൻഡ് ത്രോംബോസൈറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണല്ലേ, ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് പോവാം. അപ്പോൾ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ മറ്റൊരു പേര് നമ്മൾ എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സർക്കുലാർ ആണ്, ചെറുതാണ്, സ്മോൾ സർക്കുലാർ ബൈ കോൺകേവ് ഡിസ്ക് ആണ്. സ്മോൾ സർക്കുലാർ ബൈ കോൺകേവ് ഡിസ്ക്. ഏത് കളറാണ്? പെയിൽ ബഫ് കളറാണ് കേട്ടോ. ഓക്കെ, അതിന് ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ പെയിൽ ബഫ് കളറാണ്, ഒരുമിച്ച് കാണുകയാണെങ്കിൽ അതിന് റെഡിലിരിക്കും. അങ്ങനെയാണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഔട്ടർ എൻവലപ്പ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സ്ട്രക്ചറിൽ ഇതിനൊരു പുറമേ ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്. ഔട്ടർ എൻവലപ്പിൽ ആരായിരിക്കുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ ആണല്ലോ. നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൽ എന്ത് വേണം? റെഡ് ബ്ലഡ് സെല്ലിന് പ്രോട്ടീൻ വേണം കേട്ടോ. അത് എവിടെ നിന്ന് കിട്ടും? അമിനോ ആസിഡിൽ നിന്ന് കിട്ടും. അപ്പോൾ റെഡ് ബ്ലഡ് സെൽസിന് അതിൻ്റെ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറാണ്, അപ്പോൾ പ്രോട്ടീൻ വേണം അതിന്. റെഡ് ബ്ലഡ് സെല്ലിന് ഒരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്, എൻവലപ്പിൽ ഹീമോഗ്ലോബിൻ ഉണ്ട്, പ്രോട്ടീനുള്ള സ്ട്രക്ചറാണ്, അതിനുള്ള പ്രോട്ടീൻ നമുക്ക് അമിനോ ആസിഡിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന് ആര് വേണം? അയോൺ വേണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫുഡ്, ബാലൻസ്ഡ് ഡയറ്റ്, അയൺ റിച്ച് ഡയറ്റൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് രക്തക്കുറവൊക്കെ നികത്താൻ പറ്റൂ അല്ലേ. നമ്മൾ ഇപ്പം അനീമിക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ രക്തക്കുറവ് നികത്താനായിട്ട് അയൺ റിച്ച് ഡയറ്റ് കഴിക്കില്ലേ. അപ്പോൾ അത് തന്നെ നമ്മുടെ വിമൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് മെൻസ്ട്രൽ ബ്ലഡ് ലൂസ് ചെയ്യില്ല, അപ്പോൾ നമ്മൾ കൂടുതൽ അയൺ ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മെൻസ്ട്രേഷൻ്റെ സമയത്തായാലും പ്രഗ്നൻസിയുടെ സമയത്തും അതുപോലെ തന്നെ അല്ലേ, നമുക്ക് കൂടുതൽ അയണിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത്, പിന്നെ മിൽക്ക് പ്രൊഡക്ഷനൊക്കെ നമ്മൾ കൂടുതൽ അയണിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. ഈ റെഡ് ബ്ലഡ് സെൽസ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ എറിത്രോസൈറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ബോൺ മാരോയിലാണ് കേട്ടോ. ബോണിൻ്റെ മാരോയിലാണ്. അതിൽ ഏത് ബോണിൻ്റെയാ? ഷോർട്ടായിട്ടുള്ള ഫ്ലാറ്റ് ഇറഗുലർ ബോൺസിലാണ്, അതിൻ്റെ ബോൺ മാരോയിലാണ്. ബോൺ മാരോയിൽ പിന്നെ ഇൻ ക്യാൻസലസ് ടിഷ്യൂയിലാണ്. ഇൻ ദ ക്യാൻസലസ് ടിഷ്യൂ അറ്റ് ദ എൻഡ് ഓഫ് ലോങ് ബോൺസ്. ഓക്കെ, ഷോർട്ട് ബോൺസിൽ എവിടെയാണ്? ഷോർട്ട് ബോൺസിൻ്റെ ബോൺ മാരോയിൽ, പിന്നെ ലോങ് ബോൺസിൻ്റെ ക്യാൻസലസ് ടിഷ്യൂയിൽ, പിന്നെ റിബിൽ, സ്റ്റേണത്തിൻ്റെയൊക്കെ ബോൺ മാരോയിൽ. അങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ റെഡ് ബ്ലഡ് സെൽസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ബ്ലഡ് സെൽസ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? എസ്പെഷ്യലി ഇൻ ദ ഷോർട്ട് ഫ്ലാറ്റ് ഇറഗുലർ ബോണുകളുടെയൊക്കെ മാരോയിൽ, പിന്നെ ലോങ് ബോണിൻ്റെയൊക്കെ എൻഡിലെ ക്യാൻസലസ് ടിഷ്യൂയിൽ, പിന്നെ എന്താണ് റിബിലും സ്റ്റേണത്തിൻ്റെയൊക്കെ മാരോയിലാണ് ഈ RBC ഉണ്ടാവുന്നത്. ഈ RBC ഡെവലപ്പ് ചെയ്യൂലേ, അപ്പോൾ പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. ആദ്യം ഇത് ഭയങ്കര ലാർജ് ആയിരിക്കും, ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും. ആദ്യം അതിന് ഹീമോഗ്ലോബിൻ ഒന്നുമില്ല, പിന്നെ അതിൻ്റെ അടുത്ത് ഹീമോഗ്ലോബിൻ വരും, പിന്നെ ന്യൂക്ലിയസ് ഒക്കെ അങ്ങ് നഷ്ടപ്പെടും, പിന്നെ എന്ത് ചെയ്യും? ബ്ലഡ് സർക്കുലേഷനിലേക്ക് കടക്കുന്നു. അപ്പോൾ RBCയുടെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ആദ്യം ഇതിന് ന്യൂക്ലിയസ് ഉണ്ട്, ഹീമോഗ്ലോബിൻ ഇല്ല, പിന്നെ ഇതിന് ന്യൂക്ലിയസ് നഷ്ടപ്പെടും, ഹീമോഗ്ലോബിൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആവറേജ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. എത്രയാണ്? 120 ദിവസമാണ് കേട്ടോ. അതിനുശേഷം ഇതങ്ങ് വെയർ ഔട്ടായി പോവേ. അതെന്ത് ചെയ്യും? നമ്മുടെ ലിവറിലും സ്പ്ലീനിലും വെച്ചൊക്കെ ഇത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ എന്ത് ചെയ്യും? ബ്രോക്കൺ ഡൗൺ ആവും കേട്ടോ. ഹീമോഗ്ലോബിനിലെ ഗ്ലോബിൻ ബ്രോക്കൺ ഡൗൺ ആയിട്ട് എന്തായി മാറും? അമിനോ ആസിഡായി മാറും. ഈ അമിനോ ആസിഡാണ് നമ്മൾ പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഗ്ലോബിൻ എന്ത് ചെയ്യും? ഗ്ലോബിൻ ബ്രോക്കൺ ഡൗൺ ആയി അമിനോ ആസിഡായി മാറും. ഈ അമിനോ ആസിഡിൽ നിന്ന് പ്രോട്ടീനായിട്ട് നമ്മൾ മസിൽസ് ടിഷ്യൂസിലൊക്കെ യൂസ് ചെയ്യും. ഓക്കെ,
പിന്നെ ഈ ഹീമില് ഗ്ലോബിൻ ഹീമും ഉണ്ട് ഗ്ലോബിനും ഉണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഗ്ലോബിനാണ് ഈ ബ്രോക്കൺ ഡൗൺ ആയത്. ഇനി ഹീമില്ലേ, ഈ ഹീമിലെ അയൺ എന്ത് ചെയ്യും എന്നറിയോ? അയൺ ഈസ് റിമൂവ്ഡ് ഫോർ യൂസ് ഇൻ ദ ഫ്യൂച്ചർ. ഇനിയും നമ്മുടെ RBC ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഹീമോഗ്ലോബിനിലെ ഹീമും ഉണ്ട് ഗ്ലോബിനും ഉണ്ട്. ഹീമിലുള്ള അയൺ എന്ത് ചെയ്യും? ഹീമിലുള്ള അയണിനെ നമ്മളിനി ഫ്യൂച്ചർ RBC ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബാക്കിയുള്ള ഗ്ലോബിൻ എന്ത് ചെയ്യും? ഗ്ലോബിൻ എന്ത് ചെയ്യും? ബ്രോക്കൺ ഡൗൺ ആയി അമിനോ ആസിഡായി മാറി അത് പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് ഹീമിനെ നമ്മൾ വെച്ചിരിക്കും അല്ലേ, എന്തിനായിട്ട്? ഫ്യൂച്ചർ RBCക്ക് വേണ്ടി. ബാക്കിയുള്ള ഹീം എന്തായി മാറും? ബിലിറൂബിൻ ആയിട്ട് മാറും. പിന്നെ യെല്ലോ പിഗ്മെൻറ്റ്, അതുപോലെ ബിലിവേർഡിൻ എന്താണ്? ഗ്രീൻ പിഗ്മെൻറ്റ്. ഓക്കെ, അതാണ് ദ വൺ സീൻ ഇൻ ദ കളർ ചേഞ്ച് ഓഫ് റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ബ്രൂയിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കളർ ചേഞ്ച് കാണത്തില്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ചതവൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഡാമേജ്ഡ് ആയിട്ട് നമുക്കൊരു ചതവ് പോലെ വേറൊരു കളർ വരില്ലേ? അതെന്ത് കാരണമാണ്? അതേ ഗ്രീൻ പിഗ്മെൻറ്റ് ബിലിവേർഡിൻ കാരണമാണ്. അപ്പോൾ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? RBCയുടെ കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ RBCയുടെ എന്തൊക്കെ പഠിച്ചു? RBC ഓർ എറിത്രോസൈറ്റ്സ് ആണ്. അതിൻ്റെ ഷേപ്പ് എന്താണ്? സ്മോൾ സർക്കുലാർ ബൈകോൺകേവ് ഡിസ്ക് പോലെയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുമ്പോൾ പെയിൽ ബഫ് കളറും ഒരുമിച്ച് കാണുമ്പോൾ നല്ല റെഡ് കളറുമാണ്. ഇതിനൊരു ഔട്ടർ എൻവലപ്പ് ഉണ്ട്, അതിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ സ്ട്രക്ചറാണ് അല്ലേ. ഇനി പ്രോട്ടീൻ സ്ട്രക്ചറാണ്, അത് എവിടെ നിന്നാണ്? എമിനോ ആസിഡിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിന് അയണും വേണം അല്ലേ, അയൺ വേണം, അത് കൂടുതൽ ഫ്യൂച്ചർ RBC റീപ്ലേസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ വിമണിനാണെങ്കിൽ മെൻസ്ട്രൽ ലോസിൻ്റെ സമയത്ത്, പ്രഗ്നൻസി ലാക്ടേഷൻ്റെ സമയത്തൊക്കെ കൂടുതൽ അയണിൻ്റെ ആവശ്യമുണ്ട്. ഇനി RBC ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോ ഓഫ് ബോൺ, റിബ്, സ്റ്റേണം, ലോങ് ബോണിൻ്റെയൊക്കെ ക്യാൻസലസ് ടിഷ്യൂയിലൊക്കെയാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ആദ്യം RBC ഹീമോഗ്ലോബിൻ ഇല്ലാത്ത ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചറായിരുന്നു. പിന്നെ അത് ഹീമോഗ്ലോബിനുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത സ്ട്രക്ചറായി മാറുന്നു എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണ് ആവറേജ് ലൈഫ് എത്രയാണ്? 120 ദിവസമാണ്. അതിനുശേഷം ലിവറിലും സ്പ്ലീനിലും വെച്ച് ഇത് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നു. പിന്നെ എന്താ സംഭവിക്കാൻ നോക്കുക? ഇതിൻ്റെ ഗ്ലോബിൻ എന്ത് ചെയ്യും? ഗ്ലോബിൻ അമിനോ ആസിഡായി മാറും. അത് പിന്നെ പ്രോട്ടീൻ്റെ ആവശ്യത്തിനെടുക്കും. ഈ നമ്മുടെ ഹീമിലെ അയൺ ഫ്യൂച്ചർ RBC ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബാക്കി ഹീമിനെ ബിലിറൂബിനും ബിലിവേർഡിനുമാക്കി മാറ്റുന്നു. ബിലിറൂബിൻ എന്ന് പറയുന്നത് യെല്ലോ പിഗ്മെൻറ്റും ബിലിവേർഡിൻ എന്ന് പറയുന്നത് ഗ്രീൻ പിഗ്മെൻറ്റുമാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരു ചെറിയതായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടായെന്ന് വെച്ചോ, ഹെമറേജിലൊക്കെ ആണെങ്കിൽ അതിന് ശേഷം നമുക്ക് ഈ RBCനെ നമ്മൾ ഇത് ചെയ്യും അല്ലേ, റീപ്ലേസ് ചെയ്യും. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഈ പോയ RBC ഒക്കെ റീപ്ലേസ് ചെയ്യും. നല്ല അയൺ റിച്ച് ഫുഡെല്ലാം കഴിച്ചാൽ മതി. ഓക്കെ, ഇനി അഥവാ നമ്മുടെ HBയുടെ ലെവൽ ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞാൽ, നമ്മുടെ HBയുടെ ലെവൽ 5 താഴ്ന്നു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് 40% താഴ്ന്നത് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? HB ലെവൽ ഒരു 5 താഴെയായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് പ്രോട്ടീനാണ്. അതിൽ എന്തുണ്ട്? നിറയെ അയണുള്ള ഒരു കോംപ്ലക്സ് പ്രോട്ടീനാണ്. ഈ ഹീമോഗ്ലോബിന് എന്തുമായിട്ടൊരു അഫിനിറ്റി ഉണ്ട്? നമ്മുടെ ഓക്സിജനുമായിട്ട് അഫിനിറ്റി ഉണ്ട്. അപ്പോൾ അതെന്തായി മാറും? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി മാറും സെല്ലുകളിൽ വെച്ച്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ നമ്മുടെ ലങ്ങിൽ നിന്ന് എല്ലാ ടിഷ്യൂസിലോട്ടും കൊണ്ടുപോകുന്നത് ഈ ഓക്സി ഹീമോഗ്ലോബിനായി മാറിയിട്ടാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അതൊരു കോംപ്ലക്സ് പ്രോട്ടീനാണ്. അതിൽ നിറയെ അയൺ ഉണ്ട്. അതിന് ഓക്സിജനുമായി ഒരു അഫിനിറ്റി ഉണ്ട്. അത് ഓക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. അങ്ങനെയാണ് നമുക്ക് ലങ്സിൽ നിന്ന് എല്ലാ ടിഷ്യൂസിലോട്ടും ഓക്സിജൻ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഹീമോഗ്ലോബിൻ്റെ അളവ് 15 ഗ്രാം ആണല്ലേ പെർ 100 ml ഓഫ് വാട്ടർ. അതിനെയാണ് നമ്മൾ 100% എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 90% മുകളിലായാൽ എല്ലാം 100%. ചിലപ്പോൾ അനീമിയ വരുമ്പോഴത്തേക്കും ഈ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയും, 30% കുറയും. 5 വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്കറിയാം ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്? അയൺ ഉണ്ടെന്നറിയാം. അയൺ ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആയി മാറുകയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പേഷ്യൻസിന് എന്ത് സിംറ്റംസ് ഉണ്ടാവും? ഓക്സിജൻ നേരെ കിട്ടില്ല അല്ലേ, ഓക്സിജൻ കിട്ടാതെ ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ,
അയൺ ഡെഫിഷ്യൻസി അനീമിയയുടെ ആദ്യത്തെ സിംറ്റമായിട്ട് വരുന്നത് ശ്വാസം മുട്ടായിട്ടായിരിക്കാം. നമ്മൾ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്ത്, അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. കാരണം അനീമിയ ആണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ലെവല് കുറവ്, ഹീമോഗ്ലോബിൻ്റെ ലെവല് കുറവാണെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടല്ലേ, ഹീമോഗ്ലോബിനിൽ അയൺ ഉണ്ടാവണം. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ അയൺ കുറവാണ്. അയൺ കുറവാണെങ്കിൽ ഈ ഉള്ള ഹീമോഗ്ലോബിന് പോലും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റില്ല അയൺ ഡെഫിഷ്യൻസി അനീമിയ വരുമ്പോൾ. അപ്പോൾ നമ്മൾ റെഡ് ബ്ലഡ് സെൽസ് പറഞ്ഞു, അതിൽ ഹീമോഗ്ലോബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, എത്രയാണ് അതിൻ്റെ ലെവല്, 15 gram per 100 ml ബ്ലഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇനി നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേത് റെഡ് കളറാന്ന് പറഞ്ഞു, ഇപ്പോൾ ഇതെന്തായിരുന്നു, വൈറ്റ് അല്ലേ, ട്രാൻസ്പാരൻ്റ് ആണ്, ഒരു കളറും ഇല്ല. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, RBCയെക്കാളും വലുതാണ്, പക്ഷേ നമ്പർ എടുക്കുമ്പോൾ RBCയെക്കാളും ഫ്യൂവർ ആണ്. ഇതിൻ്റെ നമ്പർ എത്രയാണ്, 6000 മുതൽ 10000 വരെയാണ്. ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ 6000 മുതൽ 10000 വരെയാണ് ഇതിൻ്റെ നമ്പർ. ഓക്കെ, അതിനെ നമ്മൾ കുറേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്, ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട് അല്ലേ, ഇതിൽ ഗ്രാനുലോസൈറ്റ്സ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഗ്രാനുലോസൈറ്റ്സ് ആണ്, പിന്നെ ഗ്രാനുലോസൈറ്റ്സ്. ആദ്യം നമുക്ക് ഗ്രാനുലോസൈറ്റ്സ് അല്ലെങ്കിൽ പോളിമോർഫോ ന്യൂക്ലിയർ, അതാണ് 75%. നമ്മുടെ WBCയിൽ 75% എന്താണ്, ഗ്രാനുലോസൈറ്റ്സ് അല്ലെങ്കിൽ പോളിമോർഫോ ന്യൂക്ലിയർ സെല്ലുകളാണ് 75%. അത് എവിടെയാണ് ഉണ്ടാവുന്നതെന്നറിയോ, ബോൺ മാരോ അല്ലേ, റെഡ് ബോൺ മാരോയിലാണ്. അതിലെന്താ പ്രത്യേകത, അതിൽ കുറേ ലോബുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ പ്രോട്ടോപ്ലാസത്തിൽ അതെല്ലാം ഗ്രാന്യൂളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഗ്രാനുലോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്, 75% ഗ്രാനുലോസൈറ്റ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, അതുണ്ടാവുന്നത് റെഡ് ബോൺ മാരോയിലാണ്. പിന്നെ 75% പറഞ്ഞു. പിന്നെ അതിൽ ന്യൂക്ലിയസ് എങ്ങനെയിരിക്കും, കുറേ ലോബുള്ള മെനി ലോബ്ഡ് ന്യൂക്ലിയസ് ആയിരിക്കും. പിന്നെ പ്രോട്ടോപ്ലാസത്തിൽ നിറയെ ഗ്രാന്യൂളുകൾ കാണാം. ഓക്കെ ആണോ? നമുക്കറിയാം അല്ലേ, എന്തെങ്കിലും ഡെഫിഷ്യൻസിനെ നമ്മൾ പീനിയ എന്ന് പറയും. അപ്പോൾ ഗ്രാനുലോസൈറ്റിൻ്റെ ഡെഫിഷ്യൻസിയെ ഗ്രാനുലോപീനിയ എന്ന് പറയും. ഒട്ടും ഗ്രാനുലോസൈറ്റ് ഇല്ലെങ്കിൽ ആബ്സെൻസിനെ നമ്മൾ ഏത് വാക്ക, എ വെച്ച് ഉപയോഗിക്കും അല്ലേ, എ ഒരു പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കും. എ ഗ്രാനുലോസൈറ്റോസിസ് വരും. അതെപ്പോഴാണ്, ചില മരുന്നുകളൊക്കെ കഴിച്ചാൽ അല്ലേ, ചിലപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് ഒക്കെ നമ്മളൊക്കെ എടുത്ത് കുറേ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാനുലോസൈറ്റുകളൊക്കെ ബ്ലഡിൽ നിന്ന് അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ഈ കണ്ടീഷൻ അറിയാൻ പറ്റൂ, ഗ്രാനുലോസൈറ്റ് കുറവാണോ അല്ല ഇല്ലേ എന്നൊക്കെ അറിയാൻ പറ്റൂ. ഓക്കെ ആണോ? ഇനി സ്റ്റെയിനിങ്, ഇപ്പം നമ്മളൊരു സ്ലൈഡിൽ ഒരു ഡ്രോപ്പ് ബ്ലഡ് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ 2 സ്റ്റെയിൻ ആഡ് ചെയ്ത് 2 stains are added in order to make a blood count. The cells in the group are typed according to the manner of the staining. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെയിനിങ് വെച്ചിട്ട് നമുക്ക് പല തരത്തിലുള്ള ഗ്രാനുലോസൈറ്റ് സ്റ്റൈൽ, നമ്മൾ ഗ്രാനുലോസൈറ്റുകളെ നമ്മൾ സ്റ്റെയിനിങ് വഴി നമുക്ക് പല രീതിയിൽ എന്താ ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ സ്റ്റെയിനിങ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഈ ഗ്രാനുലോസൈറ്റിൻ്റെ ടൈപ്പുകൾ നോക്കിയാണേ, ന്യൂട്രോഫിൽ ഉണ്ട്, ഈസ്നോഫിൽ ഉണ്ട്, ബേസോഫിൽ ഉണ്ട്, പിന്നെ എന്തുണ്ട്, ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ. ഓക്കെ ആണോ? ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഗ്രാനുലോസൈറ്റുകളെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഗ്രാനുലോസൈറ്റുകളിൽ നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ന്യൂട്രോഫിലുണ്ട്, ഈസ്നോഫിലുണ്ട്, ബേസോഫിലുണ്ട്. ഓക്കെ, ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ അതിൽ മെജോറിറ്റിയും ന്യൂട്രോഫിലുകളാണ്. ഈ ന്യൂട്രോഫിലിനെ നമ്മളെ ന്യൂട്രൽ ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആസിഡും ആൽക്കലി സ്റ്റെയിൻ വെച്ചൊക്കെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ പർപ്പിൾ കളർ കിട്ടും. ഈസ്നോഫിലുകൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതെന്താണെന്നറിയോ, അത് സ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആസിഡ് സ്റ്റെയിൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുമ്പോൾ റെഡ് കളറാവും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഈ ബേസോഫിൽ ആണെങ്കിൽ ബേസിക് ഡൈ ആയിരിക്കും, അത് ബ്ലൂ കളറാവും. ഓക്കെ, നമ്മുടെ ബേസോഫിൽ ബ്ലൂ, ബേസിക് എല്ലാം ബി ആയതുകൊണ്ട് നമുക്ക് ഓർക്കാം. ന്യൂട്രോഫിൽ എന്ന് പറഞ്ഞാൽ ആസിഡ് സ്റ്റെയിനും ആൽക്കലി സ്റ്റെയിൻ വെച്ച് നമുക്ക് പറ്റും, ആ പേർപ്പിൾ കളറാവും. ഈസ്നോഫിലാണെങ്കിൽ റെഡ് കളറാവും. പിന്നെ നമുക്കുള്ളത് ലിംഫോസൈറ്റുകളും മോണോസൈറ്റുകളുമാണ് കേട്ടോ. ലിംഫോസൈറ്റ്സും മോണോസൈറ്റ്സ്, അതാണ് നമ്മുടെ ബാക്കിയുള്ള നമ്മൾ 75% ഗ്രാനുലോസൈറ്റ് പറഞ്ഞില്ലേ. ഇനി ഗ്രാന്യൂൾസ് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ലിംഫോസൈറ്റും മോണോസൈറ്റും. ഓക്കെ ആണോ? നമ്മുടെ WBC പഠിച്ചപ്പോഴത്തേക്കില്ലേ,
WBCയിൽ 75% ഗ്രാനുലോസൈഡ്സ്, 25% എ ഗ്രാനുലോസൈഡ്സ് എന്നും പറഞ്ഞു. 75% ഗ്രാനുലോസൈഡ്സും ഇനി 25% എത്രയാണ് നമ്മുടെ ഈ ലിംഫോസൈറ്റുകൾ വരുന്നത്. ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ടോട്ടൽ WBCയുടെ 25% ലിംഫോസൈറ്റ്സ് ആണ്. ഈ ലിംഫോസൈറ്റ്സ് എവിടെയാണ് ഡെവലപ്പ് ആവുന്നത്? ലിംഫ് ഗ്ലാൻഡില്, സ്പ്ലീനില്, ലിവറില്, ലിംഫാറ്റിക് ടിഷ്യൂയില്, ബോൺ മാരോയിലൊക്കെയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഗ്രാന്യൂൾസ് ഉണ്ടോ? ഇല്ല, ഗ്രാന്യൂൾസ് ഒന്നുമില്ല. പിന്നെ ലിംഫോസൈറ്റിന് അമീബോയിഡ് മൂവ്മെന്റേ ഇല്ല കേട്ടോ. അമീബോയിഡ് മൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് രണ്ട്. അപ്പൊ ലിംഫോസൈറ്റിന് അമീബോയിഡ് മൂവ്മെന്റ് ഇല്ല. അമീബോയിഡ് മൂവ്മെന്റ് ഉള്ള ആർക്കാണ്? മോണോസൈറ്റിനാണ്. മോണോസൈറ്റിനാണ് അമീബോയിഡ് മൂവ്മെന്റ് ഉള്ളത്. മോണോസൈറ്റ് അമീബോയിഡ് മൂവ്മെന്റ്, ലിംഫോസൈറ്റ് നോ അമീബോയിഡ് മൂവ്മെന്റ്. മോണോസൈറ്റിന് തന്നെയാണ് ഫാഗോസൈറ്റിക് ആക്ഷനും ഉള്ളത്. ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഗ്രാനുലോസൈറ്റ് ആയാലും മോണോസൈറ്റ് ആയാലും നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന്. ഇതിൻ്റെ ഫാഗോസൈറ്റിക് ആക്ഷൻ കാരണം ബാക്ടീരിയനെ ഇൻജസ്റ്റ് ചെയ്യുന്നു. അമീബോയിഡ് മൂവ്മെന്റ് കാരണം, ആർക്ക് അമീബോയിഡ് മൂവ്മെന്റ് ഉണ്ട്? മോണോസൈറ്റിന് അല്ലേ. അത് കാരണം അത് ഫ്രീലി മൂവ് ചെയ്യും കേട്ടോ, വാണ്ടർ ചെയ്യും. ഓക്കെ ആണോ? പക്ഷേ ഈ ഗ്രാനുലോസൈറ്റിനാണെങ്കിൽ ഇതുപോലെ തന്നെ പ്രോട്ടീൻ സ്പ്ലിറ്റിംഗ് ഫെർമെൻ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇൻഫ്ലമേഷനെ അറസ്റ്റ് ചെയ്യുന്നു. ലിംഫോസൈറ്റിൻ്റെ ഫംഗ്ഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് പഠിച്ചത് എന്താണ്? അമീബോയിഡ് മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യും അല്ലേ, ലിംഫാറ്റിക് ടിഷ്യൂയിലും ബ്ലഡിലുമൊക്കെ ഫ്ലോട്ട് ചെയ്യും. പിന്നെ അത് ബാക്ടീരിയനെ ഇൻജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണോ? ബട്ട് ഇറ്റ് ഈസ് തോട്ട് ടു മേക്ക് വാല്യുബിൾ ആൻറ്റിബോഡി. അപ്പോൾ പക്ഷേ എന്ത് ചെയ്തു? പക്ഷേ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, സം ഡിഗ്രി ഓഫ് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? WBCയുടെ കൗണ്ട് കൂടുന്നതാണ്. ഓക്കെ, അതൊരു 10,000-ൽ കൂടിയാൽ നമ്മൾ അതിനെ ല്യൂക്കോസൈറ്റിൻ്റെ കൗണ്ട് കൂടുന്നതിനെ നമ്മൾ ല്യൂക്കോസൈറ്റോസിസ് എന്ന് പറയുന്നു. അതുപോലെ WBCയുടെ കൗണ്ട് 5,000-ൽ താഴ്ന്നാൽ നമ്മൾ അതിനെ ല്യൂക്കോപീനിയ എന്ന് പറയുന്നു. ലിംഫോസൈറ്റിൻ്റെ നമ്പർ കൂടിയാൽ നമ്മൾ എന്താ പറയുന്നത്? ലിംഫോസൈറ്റോസിസ് എന്ന് പറയുന്നു. ഇനി എ ഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗ്രാനുലോസൈറ്റോസിസ്, ഇറ്റ് ഈസ് എ മാർക്ഡ് ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഗ്രാനുലോസൈറ്റ് ഓർ പോളി. എ ഗ്രാനുലോസൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രാനുലോസൈറ്റിൻ്റെ നമ്പർ കൂടുന്നു അല്ലേ, അപ്പോൾ ഗ്രാനുലോസൈറ്റിൻ്റെ നമ്പർ കുറയുന്നതാണ്. ഇനി നമ്മളപ്പോൾ 2 സെല്ല് പഠിച്ചു, RBC പഠിച്ചു, WBC പഠിച്ചു. ഇനി നമുക്കുള്ളത് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്. അതായത് നമ്മുടെ RBC ഇല്ലേ, RBCയെക്കാളും വലുതായിരുന്നു നമ്മൾ WBC പറഞ്ഞത്. ഈ RBCയുടെ 1/3 സൈസ് മാത്രമുള്ള ചെറിയ സെല്ലുകളാണ്. 1 ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ തന്നെ എത്ര വരും? 3 ലക്ഷത്തിലധികം വരും. അത് ഇമ്പോർട്ടൻ്റ് ആയി അതിൻ്റെ ഫങ്ഷൻ നമുക്കറിയാം അല്ലേ. എപ്പോഴാണ്? ക്ലോട്ടിങ്ങിന്. നമുക്കിപ്പോൾ നമുക്കൊരു മുറിവുണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ, അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ, ക്ലോട്ടിങ് പ്രൊമോട്ട് ചെയ്യാനൊക്കെയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബ്ലഡ് ലെവലുകൾ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ RBCയുടെ ലെവൽ എത്രയാണ്? 4.5 to 5.5 മില്യൺ പറയാം. WBC 6,000 മുതൽ 10,000 പറയാം. പിന്നെ നമ്മളെ ഗ്രാനുലോസൈറ്റിൽ തന്നെ നമുക്ക് പറയാം ന്യൂട്രോഫിൽ 60 മുതൽ 70%, ഈസ്നോഫിൽ 1 മുതൽ 4%, ബേസോഫിൽ 1%, ലിംഫോസൈറ്റ് 20 മുതൽ 30%, മോണോസൈറ്റ് 4 മുതൽ 8%, പ്ലേറ്റ്ലെറ്റ് അല്ലേ, പ്ലേറ്റ്ലെറ്റ് 2.5 to 5 മില്യൺ, ആവറേജ് 3.5. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോർമൽ ലെവൽസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. നമ്മളെപ്പോഴും CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യാറുണ്ടല്ലേ, അപ്പോൾ നമ്മൾ എപ്പോഴും ലെവൽസ് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പഠിച്ചിരുന്നു അല്ലെ, നമ്മൾ പടത്തിലും കണ്ടിരുന്നു പ്ലാസ്മ എന്താന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്ട്രോക്ക് കളേർഡ് ഫ്ലൂയിഡ് ആണ്, ആൽക്കലീൻ ആണ്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു? എന്താണ്? മീഡിയം ആയിട്ട് അല്ലേ. ഇതെല്ലാം ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, ഫാറ്റ് ആയിക്കോട്ടെ, സോൾട്ട്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ കളയാനും ബാക്കി നല്ല ന്യൂട്രിയൻസും ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് ഒക്കെ ടിഷ്യൂവിനോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നു. വേസ്റ്റുകളായ യൂറിയ, യൂറിക് ആസിഡ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കളയാൻ സഹായിക്കുന്നു അല്ലേ. ഇനി നമ്മൾ കുറച്ച് പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്.
ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. കുറച്ച് പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. അതിൽ ആൽബുമിൻ്റെ ലെവൽ എത്രയാണെന്നറിയോ? അത് ഒരു 100 ml ബ്ലഡിൽ 3 മുതൽ 5 ഗ്രാം വരെയാണ്. എത്രയാണ്? 100 ml ബ്ലഡിൽ 3 to 5 ഗ്രാം വരെയാണ് ആൽബുമിൻ്റെ ലെവൽ. അതിൻ്റെ ഫങ്ഷൻ നോക്കിയേ, എന്താണ്? ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ചെയ്യുക. ഓസ്മോട്ടിക് പ്രഷർ കാരണമാകുന്നു. ബ്ലഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൽബുമിൻ. പിന്നെ എന്താണ്? കുറേ സബ്സ്റ്റൻസസ് ഈ ആൽബുമിനുമായിട്ട് ചേർന്ന് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻ, ടിഷ്യൂസിന് പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട് ആൽബുമിൻ. ഗ്ലോബുലിൻ എത്ര? അപ്പോൾ ഇത് എത്രയുണ്ട്? 3 മുതൽ 5 ഗ്രാം. ഓക്കെ ആണോ? ഗ്ലോബുലിൻ എത്രയാന്ന് നോക്കിയേ? 2 മുതൽ 3 ഗ്രാം. 2 മുതൽ 3 ആണ് ഗ്ലോബുലിൻ, 3 മുതൽ 5 ആണ് ആൽബുമിൻ. ഓക്കെ, ഗ്ലോബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മച്ച് മോർ വേരിയബിൾ ആണ് ആൽബുമിനെക്കാളും. എന്തിൽ? കോമ്പോസിഷനിൽ. അതിൽ നിറയെ പ്രോട്ടീൻസ് ഉണ്ട്. ഇത് ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ നമ്മുടെ ആൽബുമിൻ പറഞ്ഞു ഓസ്മോട്ടിക് പ്രഷർ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷേ ഗ്ലോബുലിൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫോർ ഇൻസ്റ്റൻസ്, ഓൾ ദ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡീസ് ആർ ഗ്ലോബുലിൻസ്. അതുപോലെ തന്നെ എല്ലാ പ്രൊട്ടക്റ്റീവ് ആൻറ്റിബോഡീസും എന്താണ്? ഗ്ലോബുലിനാണ്. ഇനി അടുത്തത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്തിനു സഹായിക്കുന്നു? ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്നു അല്ലേ? ബ്ലഡ് ആൽക്കലീൻ ആണെന്ന് നമുക്കറിയാം. pH ഓഫ് ദ ബ്ലഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ്? 7.35 മുതൽ 7.45 വരെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ബ്ലഡിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ബ്ലഡിൻ്റെ ഒരു പാർട്ടും കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ ബ്ലഡ് വെസൽസ് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബ്ലഡിൻ്റെ എന്താണ് പ്ലാസ്മ, എന്താണ് സെൽസ്, എന്താണ് പ്ലാസ്മ പ്രോട്ടീനുകൾ, ഓരോന്നിൻ്റെയും ഫങ്ഷനുകൾ, അതിൻ്റെ നോർമൽ ലെവൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓടിച്ചൊന്ന് റിവൈസ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്